പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും ലോക മനസ്സാക്ഷിയും പിടിച്ചുലച്ച ഗാസ യുദ്ധത്തിന് ഒടുവിൽ ഔദ്യോഗികമായി തിരശ്ശീല വീണിരിക്കുന്നു. ഇസ്രയേലും പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസും തമ്മിൽ സാധാരണ കരാറിൽ ഒപ്പുവെച്ചതോടെ സംഘർഷഭരിതമായ ഈ മേഖലയിൽ സമാധാനത്തിന്റെ പുതിയൊരു യുഗം ആരംഭിച്ചിരിക്കുകയാണ്. ഈജിപ്തിലെ പ്രമുഖ റിസോർട്ട് നഗരമായ ഷറം അൽ ഷെയ്ഖിൽ നടന്ന ഉന്നതതല ഉച്ചകോടി ലോക ചരിത്രത്തിൽ ഇടം നേടിയ ഒരു നിർണായക സംഭവമായി മാറി. ഈ സമാധാന കരാർ കേവലം രണ്ട് പോരാളികൾ തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിലെ പ്രമുഖ ശക്തികൾ നേരിട്ട് മധ്യസ്ഥത വഹിക്കുകയും ഒപ്പുവെക്കുകയും ചെയ്ത ഒരു സമഗ്ര ഉടമ്പടിയാണ്. ഇസ്രയേൽ, ഹമാസ് എന്നിവരെ കൂടാതെ കരാർ സാധ്യമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച അമേരിക്ക, ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ 4 രാജ്യങ്ങളും സമാധാന രേഖയിൽ ഒപ്പുവെച്ചു. ആകെ 6 രാജ്യങ്ങൾ പങ്കെടുത്ത ഈ ഉച്ചകോടി പശ്ചിമേഷ്യൻ പ്രശ്നപരിഹാരത്തിന് ലോകരാജ്യങ്ങൾ നൽകുന്ന പരമോന്നത പ്രാധാന്യം വിളിച്ചോതുന്നു. സമാധാന കരാർ ഒപ്പുവെക്കൽ ചടങ്ങ് നടന്ന ഈജിപ്തിലെ ഷറം അൽ ഷെയ്ഖ് ലോക നേതാക്കളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ആതിഥേയരായ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെയും അധ്യക്ഷതയിലാണ് ഈ ഉച്ചകോടി നടന്നത്. വിവിധ രാഷ്ട്രങ്ങളുടെ തലവന്മാരും അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളും ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഈ പരിപാടിയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. സമാധാനത്തിനായുള്ള ചരിത്രപരമായ ഈ സംഗമത്തിൽ പ്രമുഖ വ്യക്തികളും പങ്കെടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ, തുർക്കി പ്രസിഡന്റ് റെജപ് തൊയ്ക് എൽഗോദാൻ, സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ജോർദാൻ രാജാവ് അബ്ദുള്ള, പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്, ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളുടെയും പശ്ചിമേഷ്യൻ ശക്തികളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും തലവന്മാർ ഒരേ വേദിയിൽ ഒത്തുകൂടിയത് ഈ കരാറിന്റെ വിജയം ഉറപ്പാക്കുന്നതിലുള്ള അന്താരാഷ്ട്ര പ്രതിബദ്ധതയുടെ സൂചനയായി കണക്കാക്കാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉച്ചകോടിയിൽ പങ്കെടുക്കാതിരുന്നതും ശ്രദ്ധേയമായി. യഹൂദ വിശ്വാസപ്രകാരമുള്ള അവധി ദിനമായതിനാലാണ് അദ്ദേഹം വിട്ടുനിന്നതെന്ന് ഔദ്യോഗികമായി അറിയിച്ചു. ഇസ്രായേലിന്റെ സുപ്രധാന പങ്കാളിത്തം ആവശ്യമായിരുന്നിട്ടും നെതന്യാഹുവിന്റെ ഈ അഭാവം ആഭ്യന്തര രാഷ്ട്രീയ പരിമിതികളെയും വിശ്വാസപരമായ ആചാരങ്ങളെയും സൂചിപ്പിക്കുന്നു. എങ്കിലും ഇസ്രായേലിനെ പ്രതിനിധീകരിച്ച് ഉന്നതതല സംഘം കരാർ ഒപ്പുവെക്കുകയും പങ്കുചേരുകയും ചെയ്തു. ഉച്ചകോടിയിലെ പ്രധാന ആകർഷണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗമായിരുന്നു. കരാർ രേഖ വളരെ സമഗ്രവും വിശദാംശങ്ങൾ നിറഞ്ഞതുമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ സമാധാനം സാധ്യമാവാൻ 3000 വർഷമെടുത്തു എന്ന ട്രംപിന്റെ പരാമർശം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ ചരിത്രപരമായ ആഴത്തെയും ഈ ഉടമ്പടിക്ക് കൈവരിക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയ വിജയത്തെയും എടുത്തു കാണിക്കുന്നു. ട്രംപ് തന്റെ പ്രസംഗത്തിൽ കരാർ രേഖയിൽ സുപ്രധാന വ്യവസ്ഥകളെക്കുറിച്ച് വിശദീകരിച്ചു. നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ, ഇരുപക്ഷവും പാലിക്കേണ്ട മറ്റ് പല കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സമഗ്രമായ രൂപരേഖയാണ് കരാറിലുള്ളത്. യുദ്ധം അവസാനിപ്പിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറുക തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾ നടത്തിയ മാസങ്ങൾ നീണ്ട തീവ്രമായ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഫലമാണ് ഈ സമഗ്രമായ രേഖ. ഈ കരാർ ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കുക മാത്രമല്ല, മേഖലയിലെ രാഷ്ട്രീയ, സാമ്പത്തിക, മാനുഷിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുമുണ്ട്. മാസങ്ങൾ നീണ്ട യുദ്ധം തകർത്ത ഗാസ മുനമ്പിലെ ജനങ്ങൾക്ക് ഈ സമാധാനം വലിയ ആശ്വാസമാണ് നൽകുന്നത്. തകർന്നടിഞ്ഞ വീടുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ ഈ കരാർ വഴി തുറക്കും. ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുന്നതും ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ കരാറിലെ ഏറ്റവും വൈകാരികമായ ഘട്ടങ്ങളിൽ ഒന്നാണ്. അമേരിക്കയും മറ്റും ഒപ്പുവെച്ച രാജ്യങ്ങളുമായി ഗാസയുടെ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക ഉത്തേജനത്തിനും സഹായം നൽകാൻ പ്രതിജ്ഞാബദ്ധരായതിനാൽ ഗാസയുടെ ഭാവി ശോഭനമാകും. ഈ കരാർ പലസ്തീൻ ഇസ്രായേൽ ബന്ധങ്ങളിൽ ഒരു പുതിയ തുടക്കത്തിന് അവസരം നൽകുന്നു. അറബ് രാജ്യങ്ങളായ ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നിവരുടെ പങ്കാളിത്തം മേഖലയിലെ വിശാലമായ സമാധാന ശ്രമങ്ങൾക്ക് ശക്തി പകരും. ഗാസ സമാധാന കരാർ ഒരു വലിയ വിജയമാണെങ്കിലും അതിന്റെ പൂർണ്ണമായ വിജയം ഉറപ്പാക്കാൻ നിരവധി വെല്ലുവിളികൾ മുന്നിലുണ്ട്. ഇരുപക്ഷം കരാറിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുള്ള ചെറിയ വീഴ്ച പോലും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. പലസ്തീനിലെ ഫത്താഹ് ഹമാസ് രാഷ്ട്രീയ ഭിന്നതകൾ പരിഹരിച്ച് ഒരു ഏകീകൃത ഭരണ സംവിധാനം സ്ഥാപിക്കുന്നത് ഗാസയുടെ ദീർഘകാല സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളും ഹമാസിന്റെ ഭാവിയും ഈ സമാധാന ശ്രമങ്ങളിൽ നിർണായകമാണ്. പുതിയ സാഹചര്യങ്ങളിൽ സുരക്ഷാ വെല്ലുവിളികളെ ഇരുപക്ഷവും എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതും പ്രധാനമാണ്. ഗാസ യുദ്ധത്തിന്റെ ഔദ്യോഗികമായ വിരാമം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഷറം അൽ ഷെയ്ഖ് സമാധാന കരാർ പശ്ചിമേഷ്യൻ ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായം കൂടിയാണ്. ഡൊണാൾഡ് ട്രംപിന്റെയും അൽ സിസിയുടെയും നേതൃത്വത്തിൽ ഇസ്രായേൽ, ഹമാസ്, അമേരിക്ക, ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾ ഒരേ ലക്ഷ്യത്തിനായി ഒത്തുചേർന്ന് ലോകത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നു. ഇനി ഈ കരാറിലെ വ്യവസ്ഥകൾ സമഗ്രമായി നടപ്പാക്കുകയും ശാശ്വത സമാധാനം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുകയും ചെയ്യേണ്ടത് എല്ലാ കക്ഷികളുടെയും ഉത്തരവാദിത്തമാണ്. സംഘർഷം തകർത്തെറിഞ്ഞ ഗാസയുടെ മണ്ണിൽ ഇനി പുനർനിർമ്മാണത്തിന്റെയും പ്രതീക്ഷയുടെയും വെളിച്ചം പരക്കുമെന്ന് ലോകം പ്രത്യാശിക്കുന്നു.